വളരെ പുരാതന കാലം മുതൽ തന്നെ റോമാക്കാർ തങ്ങളുടെ ആഘോഷവേളകളിൽ വൃക്ഷങ്ങളുടെ ചില്ലകൾ മുറിച്ചെടുത്ത് വീടും പരിസരവും അലങ്കരിക്കുക പതിവായിരുന്നു. ക്രിസ്തുവിന്റെ കാലഘട്ടത്തിലും അത് നമുക്ക് കാണുവാൻ കഴിയും. ഓശാന ദിവസം അവർ സൈത്തിൻ കൊമ്പുകൾ മുറിച്ചെടുത്ത് ജയ്വിളികൾ മുഴക്കുന്നതും തങ്ങളുടെ വീഥികൾ അലങ്കരിക്കുന്നതും. പിന്നീട് ഈ ആഘോഷം ജർമ്മനിയിലും ഇംഗ്ലണ്ടിലും എല്ലാം വ്യാപകമായി. ഇംഗ്ലണ്ടിലെ രാജകുടുംബം കൊട്ടാരത്തിൽ ഒരു വലിയ ക്രിസ്മസ് ട്രീ ഒരുക്കി അതിന്റെ മുമ്പിൽ നിന്നുള്ള ഒരു ഫോട്ടോ അന്നത്തെ ന്യൂസ് പേപ്പറിൽ പ്രസിദ്ധീകരിച്ചു. പിന്നീട് ഈ ആഘോഷം ബ്രിട്ടീഷ് കോളനികൾ ഉള്ള എല്ലാ രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു. വിന്റർ സീസൺ ആകുമ്പോൾ പല മരങ്ങളുടെയും ഇലകൾ പൊഴിഞ്ഞ് ചില്ലകൾ മാത്രമാകും. അപ്പോഴും ഇലകൾ പൊഴിഞ്ഞു പോകാതെ സമർത്ഥമായ ഇലകളോടുകൂടിയ വൃക്ഷങ്ങൾ അന്നത്തെ ജനങ്ങൾക്ക് അത്ഭുതമായിരുന്നു. അവർ അതിനെ ജീവന്റെ വൃക്ഷമായി കരുതി. ഏദൻ തോട്ടത്തിലെ ജീവന്റെ വൃക്ഷം നിത്യജീവന്റെ പ്രതീകമാണ്. അത് ക്രിസ്തുവാണ്. അതിനാൽ ക്രിസ്മസ് ട്രീ ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുന്നു. ക്രിസ്മസ് ട്രീ ഒരു പുതിയ ജീവിതത്തിന്റെ ആരംഭമാണ്. ഈശോയുടെ വരവിനായി ഒരുങ്ങുന്ന ജനങ്ങൾ ക്രിസ്മസ് ട്രീ ഒരുക്കി അതിൽ നക്ഷത്രവും സമ്മാനപ്പൊതികളും അലങ്കാരങ്ങളും തൂക്കുന്നു. അതിനാൽ നമുക്കും ഒരുങ്ങാം ഒരു നല്ല ക്രിസ്മസ് ദിനത്തിനായി. ക്രിസ്മസ് ട്രീ ഒരുക്കാം ഈശോയെ സ്വീകരിക്കുവാൻ. അങ്ങനെ നിത്യജീവന്റെ അവകാശികളാകാം. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.